ശരിയാക്കാം. ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ എത്തി. എന്നാ ശരി, ഓക്കെ, ബൈ ബൈ. ഓക്കെ ഓക്കെ, ബൈ. കാണാം. ജോണി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ ഒന്ന് സമാധാനപ്പെടേണ്ട മോളി, ചെറിയ കാര്യമുണ്ട്. ജോണിയോ കേറിയോ? കൊറേ നാളായില്ലേ ജോണി കണ്ടിട്ട്. എന്ത് പറയാനാ ചേച്ചി, ഓരോ കാര്യങ്ങൾക്കാട് ഓടി നടക്കുമല്ലേ. ചേട്ടൻ മതിയേ. കേറിയിരിക്കാൻ വിളിക്കാം. ഇടമലയാർ കേസിൽ സുപ്രീം കോടതിയിൽ എന്തൊക്കെയാണ് വിശേഷം? ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം അത് ശരിയാവും തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം മറക്കാൻ പറ്റില്ലല്ലോ. അവക്കൊരു കൂട്ടാകട്ടെന്ന് വിചാരിച്ച പൈസ ഒന്നും ഓർത്തിട്ടല്ല. അത് തന്നെ നമുക്കൊരു പാരയായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതങ്ങനെയൊന്നും വരില്ലെന്നേ, ഞാൻ അറിയുന്ന കൊച്ചാ. ഇതിനാണെങ്കിൽ വീട്ടുകാർ ഒത്തിരി ബുദ്ധിമുട്ടി പഠിപ്പിച്ചതാ. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. എന്തായാലും ഞാൻ മോളിയോടൊന്ന് ചോദിക്കട്ടെ. ജോണി ഒരു കുട്ടിയുടെ കാര്യം പറയാമായിരുന്നു. അവളെ നമ്മുടെ കൂടെ താമസിപ്പിക്കണമെന്നാ പറയുന്നത്. ജോണിയുടെ തിരക്കുള്ള വരവും ഫോൺ വിളിയൊക്കെ കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചതാ, ഇത് ശരിയാവില്ല. ജോണി വേറെ സ്ഥലം നോക്കിയോ. എന്റെ ചേച്ചി, എനിക്ക് വിശ്വാസം കൊടുത്തല്ലേ ആ കൊച്ചിനെ ഇറക്കാൻ പറ്റുള്ളൂ. പ്ലീസ്, ഈ പ്രാവശ്യം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ഒന്നും പറയണ്ട, ആ കുട്ടിയെ ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുവരിക. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് സിറ്റി വരെ ഒന്ന് പോകാനുള്ളതാ. ഓക്കെ, എന്നാ അടുത്ത ആഴ്ച കാണാം. നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാണ്ടിരുന്നത്? അതിന് അവൻ എന്തെങ്കിലും പറയാൻ സമ്മതിക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും പറയേണ്ട സമയത്ത് പറയാറുണ്ടോ? ഇനി ഞങ്ങൾ തന്നെ അനുഭവിച്ചു. മനുഷ്യനെ പേടിപ്പിച്ചാ വേണ. ഞാൻ ജോണി വീണ്ടും വിളിച്ചിരുന്നു. ഞാൻ എന്നാ പറയേണ്ടത്? എനിക്കറിയാമല്ലേ, ഈ കള്ളുകൂടിയൊക്കെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാനൊരു വലിയ കള്ളുകൂടിയനാണെന്നാ തോന്നല്ലേ? അല്ലാതെ എടി, ഞാൻ നോക്കിയിട്ട് അതിന് സമ്മതിക്കുക നല്ലത്. എടി, ഞാൻ 400 യൂറോ കിട്ടുമെന്നാ പറഞ്ഞു. 400 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കേസൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് അത് നല്ലതാണെന്ന് തന്നെ. നമ്മുടെ മോർഗേജ് കുറച്ചങ്ങ് അടഞ്ഞും പോവുകയും ചെയ്യും. നാളെ അവര് വരുമെന്നാ പറഞ്ഞേ. നീ ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കണം കേട്ടോ. ഓ, എനിക്ക് വയ്യായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു ചേട്ടാ. പിന്നെ ലണ്ടൻ എയർപോർട്ടിൽ ഒരുപാട് നടന്നു. പിന്നെ അതുകൂടാണ്ട് അവിടുത്തെ ചെക്കിങ്ങും ഞങ്ങൾ മടുത്തുപോയി. ആ സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടോ, ഇവിടെ ഗാർഡ ചെക്കിംഗ് ഉള്ളതാ. ഗാഡിയോ? അതാരാ? പോലീസിന് ഗാർഡാന്നാ പറയുന്നേ. സീറ്റ് ബെൽറ്റ് കാണാനില്ലല്ലോ. ഇതാ തോന്നുന്നു, എനിക്ക് കിട്ടിയതാന്ന് തോന്നുന്നു. അപ്പൊ എന്റെ സീറ്റ് ബെൽറ്റ് എവിടെയാ? അഞ്ജു, ഇതെങ്ങനെയാ? അത് തന്നെ ഞാനും നോക്കുന്നേ. ഇതെങ്ങനെയാ? അതങ്ങനെയല്ല, അത് ഫ്രണ്ടിലൂടെ എടുത്തിട്ട് അവിടെ ഒരു ചുമന്ന ബക്കിളുണ്ട്, അതിലിടണം.
ഇപ്പൊ ശരിയായി. ഓക്കെ ആണോ? അപ്പൊ പോവല്ലേ? ആ ശരി എന്നാ. എന്തുട്ടാ മനുഷ്യ? നീ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേ. അവരിപ്പൊ ഇനി എത്തും. നീ ആ കൊച്ചിനോട് നല്ല രീതിയിൽ ഇടപെടണം കേട്ടോ. ഇത് നല്ല കൂത്ത്. ഇത് കേട്ട് ഞാൻ എല്ലാത്തിനും കാണാക്കാരെന്ന് തോന്നൂലോ. അതല്ലടി, ഇപ്പോഴത്തെ പിള്ളേരാ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കണം. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. നീ അവര് വരുന്നോന്ന് നോക്കിയേ. നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ? ചൂടാണോ അതേ മഴയുണ്ടോ? നാട്ടിലെന്താ ചേട്ടാ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കും. പിന്നെ ഇപ്പൊ നല്ല ചൂടാണ്. ഷൈനി എന്തൊന്നും ഇണ്ടാത്തെ? വീട്ടിൽ നിന്ന് ഒന്നേറ്റ് വിഷമാണോ? അതൊന്നും അല്ല, ഞാൻ ഈ റോഡൊക്കെ ഒന്ന് കാണുമായിരുന്നു. ഇവിടെ എപ്പോഴും തണുപ്പാണോ? ആ, ഇവിടെ മിക്കവാറും അത് ഡാർക്ക് ആയിരിക്കും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും എന്നോട് യൂസ്ഡ് ആയിക്കോളും. ഇവിടുത്തെ ജോലിയൊക്കെ എങ്ങനെയാ ചേട്ടാ? ബുദ്ധിമുട്ടാണോ ഈ വയസ്സായവരെ നോക്കാന്ന് വെച്ചാ? അതൊന്നും പേടിക്കണ്ടേ. ഇൻ ഫ്യൂ ഡേയ്സ് യു വിൽ ബി ഓൾ റൈറ്റ്. സ്പീഡിലല്ലേ ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നേ? ശരിയായിരുന്നു, സ്പീഡാ. ഇതാ കേട്ടോ ഷൈനി താമസിക്കാൻ പോകുന്ന വീട്. ആ, നിങ്ങൾ എത്തിയോ? കേറിവാ. ചേച്ചിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നോ? ഞാനിന്ന് ഓഫർ റിക്വസ്റ്റ് ചെയ്തു. ആ, ചേട്ടൻ എന്ത് ചെയ്യേ? ഇപ്പൊ വരും. വാ. നിങ്ങൾ എത്തിയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ കുട്ടി ഷൈനി. അത് അഞ്ചു. ഷൈനി, ഇത് മോളി ചേച്ചി, ഫിലിപ്പ് ഏട്ടനും. ഇവരുടെ കൂടെയാ എനിക്ക് താമസിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫിലിപ്പേട്ടൻ പറഞ്ഞു തരും. എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. അഞ്ജുവിനെ ആ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വേണം. എനിക്ക് വേറൊരു നഴ്സിംഗ് ഹോമിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഷൈനി, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എന്നാ ശരി. അന്ന് അഞ്ചു കയറി ഇരുന്നോട്ടോ. ഓക്കെ ആയോ? ഇനി പോവല്ലേ? ആ, ജോർജേട്ടാ എത്തി, സുഖമായിട്ട് എത്തി. പേടിക്കണ്ട നീ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ആ, എന്നാ അഞ്ചിന്റെ കൈ കൊടുക്കാം. ഓക്കെ എന്നാ. ആ അപ്പച്ച, ആ ഞാനിവിടെ സുഖമായിട്ടെത്തി. ആ, യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. ആ, ഇപ്പൊ ഞങ്ങൾ താമസ സ്ഥലത്തോട്ട് പോകാം. ആ, ഞാൻ വിളിക്കാം. ഉടനെ വിളിക്കാം, കുഴപ്പമില്ല. നമ്പർ കിട്ടിയ ഉടനെ വിളിക്കാം. പിന്നെ മമ്മിക്കും കുട്ടന് സുഖമല്ലേ? എന്നാ ശരി അപ്പച്ച, വെക്കട്ടെ. എന്നാ ഓക്കെ. ഷൈനി ഇരിക്കെ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ചായ കുടിക്കേ. ആ, ഷൈനിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പപ്പ, മമ്മി, ചേച്ചി, അനിയൻ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? പപ്പയ്ക്ക് ബിസിനസ്സാ, മമ്മി ഹൗസ് വൈഫാ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ മാസമായിരുന്നു. അനിയൻ +2 പഠിക്കുന്നു.
അന്ന് വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ഷൈനി ഒന്ന് പോയി കുളിച്ചിട്ട് വാ. നീ പോയി ആ ഷൈനിക്ക് ആ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. അതെ, അവിടെ എന്തെടുക്കുക? ഇങ്ങോട്ടൊന്ന് വന്നേ വെച്ചേ, കറിയുടെ ഉപ്പൊന്ന് നോക്കാവോ? അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഞാൻ ഉപ്പ് നോക്കാതെ നിനക്കൊരു സമാധാനം ഇല്ലെന്നുള്ളത്. നീ എന്തുണ്ടാക്കിയത് നല്ലതാന്ന് എനിക്കറിയത്തില്ല എന്നെ മോളെ. സൂചിപ്പിക്കരുത് കേട്ടോ, ഒത്തിരി. നല്ലതായിട്ടുണ്ട്. ഞാൻ എന്താ ചേച്ചി ചെയ്യണ്ടേ? അയ്യോ ഷൈനി ഒന്നും ചെയ്യണ്ട. എന്ത് ഷൈനി വന്നല്ലേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോ, ഞാൻ എല്ലാം കഴിഞ്ഞു. ഷൈനിയോടെ ജോണി എല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഞങ്ങക്ക് ഇവിടെ കൂടെ ആരെയും താമസിപ്പിക്കാൻ ഉദ്ദേശം ഉണ്ടായിട്ടല്ല, പക്ഷെ ജോണി ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമേ ഇതിനങ്ങ് സമ്മതിച്ചത്. ഇവിടെ മിക്കവാറും പേര് ഷെയറിങ്ങിലാണ് താമസിക്കുന്നത്. 1350 രൂപ റെന്റും പിന്നെ ബാക്കി ബില്ലെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും മിച്ചമൊന്നും ഉണ്ടാവില്ല. നേഴ്സിംഗ് ഹോമിലേക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാനും അവിടെ തന്നെ ജോലി ചെയ്യുന്നു. ഇപ്പഴെനിക്ക് ആശ്വാസമായേ. ഞാൻ അത് പേടിച്ചിരിക്കുവായിരുന്നു. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമുള്ളൂ, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അവിടെ മലയാളി നഴ്സുമാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിലാ വർക്ക് ചെയ്യുന്നത്. ഷൈനി അവിടെ പോയിരിക്കുക, പ്ലേറ്റും കൊണ്ട് വെച്ച്. ഷൈനിക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കുക്ക് ചെയ്യാം കേട്ടോ. അത് പിന്നെ ചേച്ചി, ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു നിന്നത്. പിന്നെ പഠിച്ചതാണെങ്കിൽ ബാംഗ്ലൂരാ. അത് കാരണം കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് അറിയാൻ പാടില്ല. അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ ഓഫുള്ളപ്പോഴൊക്കെ മാറി മാറി കുക്ക് ചെയ്യേണ്ടി വരില്ലേ? അതൊക്കെ പിന്നെ പറഞ്ഞാ പോരെ. നീ ചോറ് വെക്കാൻ നോക്കിയേ. ഷൈനി എനിക്ക് ഷൈനി ഒന്നും വിചാരിക്കരുത്, ഞാനാണ് സ്ട്രെയിറ്റ് ഫോർവേഡാ, എല്ലാം നേരെ തുറന്നു പറയും. സാരമില്ല ചേച്ചി പറഞ്ഞോളൂ. കറണ്ടിന്റെയും ഗ്യാസിന്റെയും ഫുഡിന്റെയും ബില്ല് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്പെഷ്യൽ ഭക്ഷണ സാധനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തത്തില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ചേച്ചി തീരുമാനിച്ചോളൂ, എനിക്ക് സമ്മതമാ. ആദ്യമൊക്കെ ഇത് എല്ലാരും പറയും മോളെ, പിന്നെ പിന്നെ നീ ആ ഷൈനിക്ക് ഇച്ചിരി കറി വിളമ്പി കൊടുത്തേ. അത് നമുക്ക് പിന്നെ നാളെ പറഞ്ഞാൽ മതി. ഷൈനി ഒന്നും കഴിച്ചില്ലല്ലോ. മതി ചേച്ചി. എന്നാൽ ഇനി കൈ കഴുകിയിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കും. നാളെ റെസ്റ്റ് എടുത്തിട്ട് നാളെ കഴിഞ്ഞ് നമുക്ക് നഴ്സിംഗ് ഹോമിൽ പോകാം. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, ഞാൻ മാത്രമേ. ഇല്ല, അത് തീർന്നു. ഷൈൻ ഒരു കാര്യം ചെയ്തു, ചായ ഉണ്ടാക്കി. ഇവിടെ ഇഡ്ഡലിയും ദോശയും ഒക്കെ രാവിലെ കഴിക്കാറില്ല. സീരിയൽസ് ആണ് സാധാരണ കഴിക്കാറുള്ളത്. സീരിയൽസും ചായക്കുള്ള സാധനമൊക്കെ അതിനകത്തുണ്ട്. പിന്നെ എടുക്കുന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വെച്ചോണം, അല്ലെ മോള് ചിലപ്പോ വേറെ ഉണ്ടാക്കിയെന്ന് വരും കേട്ടോ. അത് കുഴപ്പമില്ല ഏട്ടാ, ഞാനെല്ലാം നോക്കിച്ചോളാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോ തയ്യാറായിരിക്കും. ഇവിടെ സാധനം മേടിക്കുന്ന കടകളുണ്ട്, ടെസ്കോ, ലിഡിലും ഒക്കെ. അതൊക്കെ ഞാൻ ഷൈനെ കാണിച്ചു തരാം. ഞങ്ങളില്ലെങ്കിലും ഷൈനിക്ക് തന്നെ പോയി വേണമെങ്കിൽ സാധനം മേടിക്കാൻ ഷൈനിക്ക് അതൊരു ബുദ്ധിമുട്ടും ആകത്തില്ല. ശരി ചേട്ടാ. പിന്നെ ചേട്ടാ, എന്റെ കൂടെ വന്ന് 5 താമസിക്കുന്ന വീട് എവിടെയാ ചേട്ടാ? അതിവിടെ തൊട്ടടുത്താ. അത് കുഴപ്പമൊന്നുമില്ല. ഷൈനിക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞു.